വസന്തം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ അവസാന നിമിഷങ്ങൾ നമുക്കൊരു പ്രാർത്ഥനയുടെ അനുഭവമാക്കാം. നമ്മുടെ ഹൃദയം നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും സന്തത സഹചാരിയായുള്ള ആ വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും സമർപ്പിക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള ആ സമാധാനം, ദൈവം നൽകുന്ന ആ സമാധാനം ഓരോ ഹൃദയങ്ങളിലും നിറയാൻ, ആ ഹൃദയങ്ങളിൽ നിറയുന്ന സമാധാനം ലോകം മുഴുവനും വ്യാപിക്കാൻ സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തു ആഗ്രഹിക്കുന്നതും ഇപ്രകാരം സമാധാനം നിറയുന്ന, സ്നേഹം നിറയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവമേ, അവിടുത്തെ സമാധാനം അങ്ങ് ലോകത്തിൽ ചൊരിയണമേ. ആകുലതകളും അസ്വസ്ഥതകളും നിറയുന്ന ഈ കാലഘട്ടത്തിൽ, ചുറ്റുപാടും അന്ധകാരം ഞങ്ങളുടെ വഴികളിൽ നിറയുന്ന ഈ കാലഘട്ടത്തിൽ, ദൈവമേ, അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളുടെ ജീവിത മേഖലകളിലും അങ്ങ് നിറക്കണമേ. നമുക്ക് മാതാവിന്റെ മധ്യസ്ഥതയോടുകൂടെ ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബവും, ഒപ്പം നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ട്, നമ്മുടെ സ്നേഹിതരുണ്ട്. ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്ത് അസ്വസ്ഥമായ കുടുംബങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദൈവത്തിനു മുമ്പിൽ നമുക്ക് ഓർക്കാം, കുടുംബങ്ങളിൽ നിന്നാണ് എല്ലാ നന്മയും ഉദയം ചെയ്യേണ്ടത്. നല്ല കുടുംബങ്ങളുണ്ടെങ്കിൽ ചുറ്റുപാടും നല്ലൊരു സമൂഹമുണ്ടാകാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ, അങ്ങ് തിരുക്കുടുംബത്തിന്റെ അംഗമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. ഒരു കുടുംബത്തിന്റെ അസ്വസ്ഥതകളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ അങ്ങ് അറിഞ്ഞു. യേശുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാകാൻ, അസ്വസ്ഥതകളും വേദനകളും വരുമ്പോൾ, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ കുടുംബത്തിൽ വളരുമ്പോൾ അങ്ങയുടെ പക്കലേക്ക് തിരിയാനായിട്ടും സ്നേഹവും അനുരഞ്ജനവും ഉണ്ടാകാനായിട്ടും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും യുവജനങ്ങളും പ്രായമുള്ളവരും എല്ലാവരും ഒരു ഹൃദയത്തോടുകൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചു കൂടാനായിട്ടും പ്രാർത്ഥനയിലും അനുരഞ്ജനത്തിലും വളരാനായിട്ടും അങ്ങ് സഹായിക്കണമേ. നമുക്ക് മാതാവിന്റെ മധ്യസ്ഥം, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥയായ, തിരുക്കുടുംബത്തിന്റെ മാതാവായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത നമുക്കിതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ യുവജനങ്ങൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഈ യുവജനങ്ങളാണ്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ യുവജനങ്ങളെ ആ ദൈവസ്നേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാം. യുവജനങ്ങളുടെ അസ്വസ്ഥതകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. യുവജനങ്ങളുടെ കഴിവുകളും സാധ്യതകളും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ വലിയ പ്രതീക്ഷയാണ്. ദൈവത്തിനു മുമ്പിൽ ഈ യുവജനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ യുവജനങ്ങൾ അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാകട്ടെ. അവർ കടന്നു പോകുന്ന അവ്യക്തതകളുടെ നിമിഷങ്ങൾ, കൂട്ടുകാര്, ഈ ലോകത്തിലെ മാറ്റങ്ങൾ എല്ലാം അവരെ സ്വാധീനിക്കുന്നു. ദൈവമേ, ഈ യുവജനങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് അങ്ങ് ഇടവരുത്തണമേ. അവർ നന്മ കാണാൻ, നല്ല കൂട്ടുകാരുണ്ടാകാൻ, ആ നല്ല കൂട്ടുകാരിൽ നിന്ന് നല്ല മൂല്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവെ അവരെ സഹായിക്കണമേ. നമുക്ക് മാതാവിന്റെ മധ്യസ്ഥം, പ്രത്യേകിച്ച് യുവാവായ ക്രിസ്തുവിനെ ഒപ്പം ശിഷ്യന്മാരോടുമൊപ്പം ആ യുവ സമൂഹത്തിന്റെ കൂട്ടാളിയായിരുന്നു പരിശുദ്ധ മാതാവ്.
ആ മാതാവിന് യുവജനങ്ങളെ മനസ്സിലാക്കാൻ ഏറെ സാധിക്കും. അവർക്ക് വേണ്ടി ആ മാതാവ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. നമുക്ക് ആ മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒപ്പം നമുക്ക് നമ്മുടെ കൊച്ചു കുട്ടികളെ, അവരിതാ വളർന്നു വരുന്നൊരു പ്രായമാണ്. ഒരു വിധത്തിൽ നമ്മുടെയൊക്കെ സന്തോഷം ആ കുഞ്ഞുങ്ങളെ കാണുന്നതാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രതീക്ഷയും ഈ കുഞ്ഞുങ്ങളാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നവരായിട്ട് വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ മനസ്സിൽ ഒരു കളങ്കവും, മാധ്യമങ്ങളിലും ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങൾ മായാത്ത മുദ്ര പതിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ മാധ്യമങ്ങൾ നല്ല മുദ്ര പതിപ്പിക്കട്ടെ. സ്നേഹത്തിന്റെ, മൂല്യത്തിന്റെ, നന്മയുടെ മുദ്രകൾ അവിടെ പതിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ മാതാവ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ നല്ല മധ്യസ്ഥയാണ്. നമുക്ക് പരിശുദ്ധ മാതാവിനോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായി നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളെയൊക്കെ മുഖമോർത്തുകൊണ്ട് നമുക്ക് മാതാവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം, ആത്മീയ വസന്തം. ആത്മീയ വസന്തം എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 6 മണിക്ക്, തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക്. ആത്മീയ വസന്തത്തിനായി കാത്തിരിക്കുക. ആത്മീയ വസന്തം.